This is me, Arun here, your coach, your mentor, your trainer in trading. ഇന്നും മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കൺസോൾഡേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് നമ്മൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും? എന്റെ ഒപ്പീനിയൻ എന്തായിരിക്കും കാരണം? ഒബ്വിയസ്ലി നമ്മൾ ഓപ്ഷൻ ബൈങ് ആണ് ചെയ്യുന്നത്. ഓപ്ഷൻ ബൈയേഴ്സിന് പറ്റിയൊരു മാർക്കറ്റ് അല്ല നമുക്ക് വരുന്നത്. ലൈക്ക് സൈഡ് വേസ് പോകുമ്പോഴത്തേക്ക് ഇല്ല, വലിയ മൂവ്മെന്റ് ഇല്ലാത്ത ടൈമിൽ ഓപ്ഷൻ ബൈയേഴ്സിന് പറ്റിയൊരു മാർക്കറ്റ് തന്നെ അല്ല എന്നുള്ളത്. സോ ഇന്ന് വന്നു, ഇന്നലെ നമുക്കൊരു മൂവ്മെന്റ് ഇല്ലായിരുന്നു. ഇന്ന് ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയിട്ട്, ഇപ്പൊ കറന്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന മാർക്കറ്റ് ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുവാണ്. ഇവിടുന്ന് എന്ത് ചെയ്യണം? നമ്മൾ ഇന്നൊരു ഒരു പ്രാവശ്യം ലൈക്ക് നിഫ്റ്റിയിൽ നമ്മൾ ബുള്ളിഷ് ആയി, കോൾസ് ആയിട്ട് നമ്മൾ പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും വളരെ മിനിമൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് ഇറ്റായി, ദാറ്റ്സ് ഇറ്റ് ആണ്. നമ്മൾ ഇനി നോക്കണം, നല്ലൊരു മൂവ്മെന്റ് കിട്ടുന്ന ടൈമിൽ നമ്മൾ ക്യാച്ച് ചെയ്യും. അല്ലാതെ ഈ ചെറിയ സൈഡ് വേസ് മൂവ്മെന്റ്സിൽ നമ്മൾ പുഷ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് എപ്പോഴും അത്യാവശ്യം നല്ല റിസ്ക് ടു റിവാർഡ്. നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും, ഏതൊരു ട്രേഡ് ചെയ്തു കഴിഞ്ഞാലും കറക്റ്റ് ആയിട്ട് റിസ്ക് മാനേജ്മെന്റ് ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കണം, മൈൻഡ് മാനേജ്മെന്റ് ചെയ്യുന്നുണ്ടോ നോക്കണം, മണി മാനേജ്മെന്റ് ചെയ്യുന്നുണ്ടോ നോക്കണം. ഒബ്വിയസ്ലി മണി മാനേജ്മെന്റ് എന്ന് പറയുന്നത് റിസ്ക് മാനേജർ അണ്ടർ വരും. ഇല്ലെങ്കിൽ മെത്തേഡ്, നല്ലൊരു മെത്തേഡ് കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ ഒരു മങ്കി മൈൻഡ് സെറ്റ് ആണ്. ഒരു സ്ട്രാറ്റജിയിൽ നിന്ന് അടുത്ത സ്ട്രാറ്റജി പോകുന്നു, അവിടുന്ന് അടുത്തതിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇത് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു നെവർ എൻഡിങ് പ്രോസസ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ലൂപ്പ് പോലെ അത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. നമുക്കൊരു ഗ്രോത്തോ നമുക്കൊരു റിസൾട്ടോ അവിടുന്ന് ജനറേറ്റ് ആവുകയും ചെയ്യില്ല. നമുക്ക് നോക്കാം മാർക്കറ്റ് ഇന്ന് എങ്ങനെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. പോസ്റ്റ് മാർക്കറ്റ് സെഷൻ നിഫ്റ്റി നമുക്ക് ഇത് കണ്ടോ, ഓൾമോസ്റ്റ് ഇവിടുന്ന് ഓപ്പൺ ആയി. ബട്ട് എന്നാൽ എന്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ബുള്ളി സൈഡിലോട്ട് ട്രേഡ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് കണ്ടോ, ഇവിടുന്ന് ഒരു ആംഗുലർ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ടും, അത് മാത്രമല്ല ഈ ഒരു പ്രീവിയസ് ഹൈയെ അത് ബ്രേക്ക് ഔട്ട് ചെയ്തു ഈ ഒരു ക്യാൻഡിൽ തന്നെ. അതും അത്യാവശ്യം മൊമെന്റവും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ എക്സ്പെക്ടേഷനിൽ നമ്മൾ വിചാരിച്ചു മാർക്കറ്റ് മുകളോട്ട് പോകുമെന്നുള്ളതില്. ബട്ട് അത് അവിടെ റിസൾട്ട് തന്നിട്ടില്ലായിരുന്നു. ഫസ്റ്റ് ഇവിടുന്ന് വന്നു, ഓക്കെ ഫൈൻ, തൊട്ടടുത്തായിട്ട് തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രീവിയസ് റെസിസ്റ്റൻസ്, ഇത് കണ്ടോ, ഈ ഒരു റെസിസ്റ്റൻസിനെ അത് ആക്ട് ചെയ്തിട്ട് നേരെ താഴത്തേക്ക് പോയിട്ട് തിരിച്ചത് ഓൾമോസ്റ്റ് തുടങ്ങിയ സ്ഥലത്ത് വന്ന് നിന്നു. ഒരു ഡെയിലി ടൈം ഫ്രെയിം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ന്യൂട്രൽ ക്യാൻഡിലായിരിക്കും വന്നിട്ടുള്ളത്. തേഴ്സ്ഡേ ആണ്, എക്സ്പയറി ഡേ ആണ് എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് ഓർക്കാവുന്നതാണ് അവിടെ. അതായിരുന്നു നിഫ്റ്റിയിൽ ഉണ്ടായിരുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ഹിയർ വി ഗോ വിത്ത് ലൈക്ക് നിഫ്റ്റി ബാങ്ക് ഇതുപോലെ തന്നെ മുന്നോട്ട് പോയി നേരെ വീണ് ഓൾമോസ്റ്റ് ഓപ്പൺ ചെയ്ത സ്ഥലത്ത് തന്നെ വന്ന് നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫിൻനിഫ്റ്റിയും സെയിം സിറ്റുവേഷൻ, ഒരു ന്യൂട്രൽ ക്യാൻഡിൽ തന്നെ. ഇതുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബൈയേഴ്സിന് പറ്റിയൊരു മാർക്കറ്റില്ല. ബട്ട് എന്നാൽ 5 മിനിറ്റ്സ് ചെയ്യുന്നവരോ 3 മിനിറ്റിലോ ലൈക്ക് 50 മിനിറ്റ്സ് താഴെ ചെയ്യുന്നവർക്ക് ഇതൊക്കെ ഒരു അത്യാവശ്യം റാലി ആയിട്ട് കിട്ടും. ബട്ട് എന്നാൽ ഡെഫിനറ്റ്ലി അവർ റേഞ്ച് ബൗണ്ട് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ആ ഒരു ട്രേഡ് കിട്ടാനായിട്ടുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ടായിരുന്നു, ജസ്റ്റ് പ്രോബബിലിറ്റി ഉണ്ടായിരുന്നു. ഇതായിരുന്നു നമുക്ക് ഇന്ന് നിഫ്റ്റിയിൽ, ഇതായിരുന്നു നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫിൻനിഫ്റ്റി കൺസോൾട്ടേഷൻ ആയിരുന്നു. 50 മിനിറ്റ്സിൽ ഓപ്റ്റ് ചെയ്യുന്ന ആ ഒരു ടൈം ഫ്രെയിം ഓപ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക്, ഇല്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു ട്രേഡ് കാണാനായിട്ട് വളരെ ചാൻസ് കുറവായിരുന്നു. റീബൗണ്ട് ചെയ്തിരുന്നെങ്കിൽ കൂടി നല്ലൊരു റിസ്ക് റിവാർഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. പലരും ഗ്യാപ്പ് ഫില്ലിംഗ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന്. ബട്ട് എന്നാൽ അത് നടന്നില്ല. 50 MA ഓൾമോസ്റ്റ് സപ്പോർട്ട് എടുത്തിട്ട് അത് നേരെ പുഷ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു നമുക്ക് ഇന്ന് ലൈക്ക് മാർക്കറ്റ് തന്നിട്ടുണ്ടായിരുന്ന മൂവ്മെന്റ് എന്ന് പറയുന്നത്. നാളെ നമുക്ക് ഇതെങ്ങനെ എക്സ്പെക്ട് ചെയ്യാം, ഇല്ല നാളെ നമുക്ക് മാർക്കറ്റ് എങ്ങനെ പോകാൻ പ്രോബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ഹൈ ഉണ്ടല്ലോ, അതിനെ നമുക്കൊരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ബുള്ളിഷ് കൺഫർമേഷൻ കീപ്പ് ചെയ്യാം. ഇതിന് മുകളിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ബുള്ളിഷ് ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യും. ഇതൊരു മേജർ റെസിസ്റ്റൻസ് തന്നെയാണ്. ഇത് മാത്രമല്ല, പ്രീവിയസ്ലി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ലെവൽസ് അത് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് തന്നെയാണത്. ഇതിനെ കൂടെ ബ്രേക്ക് ചെയ്ത് കിട്ടണം ആണെങ്കിൽ നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് 90,333 ഹോസ്റ്റ് ചെയ്യുകയും, അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് കിട്ടും. ഫസ്റ്റ് ടാർഗറ്റിന്റെ ബേസ് നമുക്ക് വലിയ റിസ്ക് റിവാർഡ് കാണത്തില്ല. ബട്ട് അതൊരു സ്റ്റിൽ ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. അതിനെയും ബ്രേക്ക് ചെയ്യാൻ തക്കതായിട്ടുള്ള ഒരു മൊമെന്റം ഗ്രാബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഫൈൻ, എക്സ്പെക്ട് ചെയ്യാം നമുക്ക് നാളെ കിട്ടട്ടെ. ഇത് നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിട്ട് ഇവിടെ റേഞ്ചിൽ വരികയാണെങ്കിൽ, ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ തിരിച്ച് ഇത് എപ്പോഴാണോ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ മാത്രമായിരിക്കും നമുക്ക് നല്ലൊരു മൊമെന്റം കിട്ടുന്നത്. 3 രീതിയിൽ മാർക്കറ്റ് ഓപ്പൺ ആകാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്യാപ്പ് അപ്പ് ആകാം, ഗ്യാപ്പ് ഡൗൺ ആകാം, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആകാം. ആ 3 രീതിയിൽ നമ്മൾ പ്രിപ്പയർ ആയിട്ടിരിക്കുക. എല്ലാ ദിവസവും എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാ ദിവസവും ട്രേഡ്സ് നമുക്ക് കിട്ടുകയില്ല എന്ന് വെച്ച് ഓക്കെ ഫൈൻ, ബുള്ളിഷാണ് നമ്മുടെ വ്യൂ, ബുള്ളിഷാന്ന് വെച്ച് അനങ്ങാതിരിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ഇന്ന് ലൈവിൽ കണ്ടൊരു കമന്റ് ആയിരുന്നു. നമ്മൾ ലൈവ് പോകുന്നുണ്ട് ഡെയിലി 9 to 3:30 നമ്മളുടെ ലൈവ് ഉണ്ട്. മാർക്കറ്റ് അവറിൽ നമ്മൾ കൂടെ തന്നെ ഇപ്പോൾ ഉണ്ട്. സെയിം യൂട്യൂബ് ചാനലിൽ തന്നെയാണ് പോകുന്നത്.
നമ്മളവിടെ പോയപ്പോഴത്തേക്ക് ഒരാളുടെ ഒരു കമന്റ് ആയിരുന്നു, ലൈക്ക് എല്ലാ ദിവസവും മാർക്കറ്റ് ഓക്കെ അല്ലെങ്കിൽ ബുള്ളിഷ് ആണെന്ന് വെച്ച് നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് എനിക്ക് പറ്റില്ല, ഒരു ബെയറിഷ് ട്രേഡ് എടുത്തു പ്രോഫിറ്റബിൾ ആയെന്നുള്ളത്. അത് ആളുടെ ഒരു മെത്തേഡ് ആണ് എന്നുള്ളത് ഒരിക്കലും ഞാൻ അത് കൊള്ളത്തില്ല അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് ഞാൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നില്ല. ബട്ട് എന്നാൽ ട്രെൻഡിനനുസരിച്ച് തന്നെ ട്രേഡ് ചെയ്യുക. ഇത് എന്റെ വ്യൂ ആണ്, ഇത് എന്റെ സ്ട്രാറ്റജിയാണ്, ഇത് എന്റെ മെത്തേഡാണ്. ആ ചെയ്ത ആൾക്ക് അതായിരിക്കാം മൈറ്റ് ബി വർക്ക്ഔട്ട് ആകുന്നത്. ബട്ട് ലോങ് റണ്ണിൽ അത് സക്സസ് ആകാനായിട്ട് പ്രോബിലിറ്റി വളരെ കുറവാണ്. നിങ്ങളുടെ വ്യൂ എന്താണ്? കമന്റിൽ അറിയിക്കുക. ട്രെൻഡിനനുസരിച്ച് ട്രേഡ് ചെയ്യണോ ഇല്ല ട്രെൻഡിന് ഓപ്പോസിറ്റ് ട്രേഡ് ചെയ്യണോ? ഏതായിരിക്കും ബെറ്റർ? ഓപ്ഷൻ എ ട്രെൻഡിനനുസരിച്ച് ട്രേഡ് ചെയ്യുക, ഓപ്ഷൻ ബി ട്രെൻഡിന് ഓപ്പോസിറ്റ് ട്രേഡ് ചെയ്യുക എന്നൊരു പ്രോസസ്സ് നമുക്ക് ചെയ്യാവുന്നതാണ്. ദെൻ ഇതാണ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ള ഇൻ നിഫ്റ്റിയിൽ. നിഫ്റ്റി ബാങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നത്തെ ഹൈ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ ഫൈൻ. ഇന്നത്തെ ഹൈ വരെ വെയിറ്റ് ചെയ്യാൻ, ഇല്ലെങ്കിൽ ഒരു 43,375 വരെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഫസ്റ്റ് ടാർഗറ്റ് എടുത്തേക്കുന്നുണ്ടോ അവിടെ വരെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അവിടെ വരെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ അതിപ്പോൾ മൈനർ ടാർഗറ്റ് ഉണ്ട്, ഒരു മേജർ ടാർഗറ്റ് നമുക്ക് ഇവിടെ ഉണ്ട്. ഈ രീതിയിൽ നമുക്ക് അത് പുഷ് ചെയ്ത് പോകാൻ സാധിക്കുന്നതായിരിക്കും. ദെൻ ഹിയർ ഈ ഒരു ഇന്നത്തെ സെക്കൻഡ് അതായത് ഹയർ ലോ ജനറേറ്റ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ക്ലോസിങ്ങിന് മുകളിൽ വരികയാണെങ്കിൽ എടുക്കാം. പക്ഷെ 1% മാത്രം കൊടുക്കുക, സ്റ്റാഗ്ഡ് എൻട്രി കൊടുക്കുക. റിസ്ക് എടുക്കുന്നത് 1% മാത്രം കൊടുക്കുക, അതിൽ കൂടുതൽ എടുക്കണ്ട. കാരണം നമ്മളുടെ വ്യൂ, നമ്മൾ എടുക്കുന്നില്ല, നമ്മളിപ്പോ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? ബുള്ളിഷ് ആണ്, മാർക്കറ്റ് ഇവിടുന്ന് അവിടെ വരെ പോകാൻ പ്രോബിലിറ്റി ഉണ്ടെന്നാണ്. പക്ഷെ ആ എക്സ്പെക്ടേഷൻ മാത്രം നമ്മുടെ ഫുൾ കോൺഫിഡൻസ് നമ്മൾ ചെയ്യരുത്. നമ്മൾ നോക്കണം റിസ്കിനെ എങ്ങനെ കുറയ്ക്കാം, മിനിമൈസ് ചെയ്യാം. എല്ലാത്തിലും റിസ്ക് ഉണ്ട്, എല്ലാ ട്രേഡിലും റിസ്ക് ഉണ്ട്. പക്ഷെ ആ എടുക്കുന്ന റിസ്കിന്റെ ബാലൻസിങ് ആണ് നമ്മളെ ഒരു പെർഫെക്റ്റ് പ്രോഫിറ്റബിൾ ട്രേഡർ ബൈ ദ എൻഡ് ഓഫ് ദ മന്ത് ആക്കുന്നത്. ഇന്നൊരാൾ ചോദിച്ചൊരു ചോദ്യമാണ്, സാറിന് ലോസ് വന്നിട്ടുണ്ടോ ഏതെങ്കിലും മാസം? ഡെഫിനറ്റ്ലി വന്നിട്ടുണ്ട്. എല്ലാ മാസവും സക്സസ്ഫുൾ ആകാനായിട്ട് കഴിയില്ല. ബട്ട് എന്നാൽ വേറൊരു മാസം നമ്മൾ അത് ടാലി ചെയ്തു പോകും. അതാണ് ഇതിനകത്തൊരു ഗെയിം എന്ന് പറയുന്നത്. ലേറ്റർ ഓൺ ഇപ്പൊ ലെറ്റ്സ് സേ ഒരു 1 lakh യൂസ് ചെയ്യുന്ന മൈറ്റ് ബി ബൈ ദ എൻഡ് ഓഫ് ദ ഇയർ ഒരു 1.8 lakh എന്ന രീതിയിലോട്ടൊക്കെ വരാം. 1.8 lakh ഇല്ലേ 1.9 lakh എന്ന റേഞ്ചിൽ വരാം. 1.6 lakh ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. പക്ഷേ ആ ആള് തന്നെ ചെയ്ത് കോമ്പൗണ്ടിങ് ചെയ്ത് ഒരു 10 CR എന്ന രീതിയിൽ എത്തുമ്പോഴത്തേക്ക് അയാൾ ഒരു ഇയർലി ഒരു 50% 60% ജനറേറ്റ് ചെയ്താൽ മതി. ദാറ്റ്സ് ദ ഗെയിം. 5 CR 6 CR എന്ന രീതിയിലോട്ടെ അങ്ങനെ കൂടിപ്പോയി ഒരു 100 CR ആകുമ്പോഴും അങ്ങനെ എത്തത്തുള്ളൂ. അതിന് ടൈം എടുക്കും. ഒരു 3 to 4 years നമ്മൾ മാസ്റ്റർ ചെയ്യാൻ എടുക്കും, ഈ ഒരു പ്രോസസ്സ് മാസ്റ്റർ ചെയ്യാനായിട്ട്. ലേറ്റർ അവിടുന്ന് നമുക്കൊരു 5 to 6 years അല്ലെ 7 years പ്ലസ് നമുക്ക് എടുക്കും. എന്തിന്? നമ്മൾ എല്ലാവരും കാണുന്ന പോലെ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ആ ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് എത്തിച്ചേരാനായിട്ട്. ഇതാണ് റിയാലിറ്റി. അല്ലാതെ നമ്മൾ ഈ കാണുന്ന റീൽസിൽ നിന്നും വീഡിയോസിൽ നിന്നും മോട്ടിവേറ്റഡ് ആയിട്ട് പെട്ടെന്ന് വിത്തിൻ ഓവർനൈറ്റ് മില്യനേഴ്സും ട്രില്യനേഴ്സും ആകാൻ വരുന്നവർക്ക് പല പ്രശ്നങ്ങളും ജനറേറ്റ് ആകും. നമുക്ക് വേറൊന്നുമില്ല, ആകാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്. മൈൻഡ് സെറ്റ് നമുക്ക് നേരെ ഒന്ന് മാറ്റിയേക്കാം. That's it. So target one and minor target, and here we go with our final target there. Then നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നു. ബെയറിഷ് സെല്ലോട്ട് ഇപ്പൊ കോഷ്യസ് ആയിട്ടിരിക്കട്ടെ. നാളെ എന്തായാലും നമുക്കൊരു 42,570 ബിലോ വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു ബെയറിഷ് വ്യൂ കീപ്പ് ചെയ്യുന്നത് അപ്പൊ നല്ലത്. അതുവരെ നമ്മൾ ബെയറിഷ് വ്യൂ കീപ്പ് ചെയ്യണമെന്നില്ല. ഇതാണ് നിഫ്റ്റി ബാങ്കിലെ വ്യൂ എന്ന് പറയുന്നത്. വാട്ട് അബൌട്ട് ഫിൻനിഫ്റ്റിയിൽ എന്താണ് സംഭവിക്കുന്നത്? ഫിൻനിഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് let's say here we go, almost like ഇന്നത്തെയും കഴിഞ്ഞൊരു ദിവസത്തെ, അതായത് 31st ഒക്ടോബറിലെ ദെൻ ഇന്നത്തെ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യാവുന്നതാണ്. ടാർഗറ്റ് ആയിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു പ്രീവിയസ് ടാർഗറ്റ് ഉണ്ട്, അതിന്റെ അടുത്തും ടാർഗറ്റ്സ് ഉണ്ട്. ബട്ട് എന്നാൽ ഇറ്റ്സ് ഓക്കെ ഫൈൻ. നമുക്കൊരു പോസിറ്റീവ് കോറിലേഷൻ വരികയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കിട്ടിക്കോളും. ഇന്ന് കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ട് അത്യാവശ്യം മൊമെന്റം ഗ്രാബ് ചെയ്ത് ഇങ്ങനെ നിൽപ്പുണ്ട്. അത് നമുക്ക് ഹെൽപ്ഫുൾ ആകട്ടെ. ഞാൻ ബേസിക്കലി പ്രിഫർ ചെയ്യുന്നത് 1% റിസ്ക് എടുക്കുക. അതിപ്പോ നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റി ബാങ്ക് ആണെങ്കിൽ ഫിൻനിഫ്റ്റി ആണെങ്കിൽ എടുക്കുക. മാർക്കറ്റ് ഇപ്പൊ ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുവാണ്. നമ്മൾ ആ ടൈമിൽ ചാടി കയറിയിട്ട് ഓക്കെ ഫൈൻ 2% എടുത്തേക്കാം എന്നുള്ള ചിന്തയിലല്ല. ഇവിടെ ബാലൻസിങ് ആണ് റിസ്കിന്റെ, ഇല്ല എടുക്കുന്ന റിസ്കിന്റെ ബാലൻസിങ് ആണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. എന്തായാലും അപ്പം നമുക്ക് നാളെ നമ്മളുടെ ലൈവ് സെഷനിൽ കാണാവുന്നതാണ്. രാവിലെ 9 മണി മുതൽ 3:30 വരെ നമ്മുടെ ലൈവ് സെഷൻ ഉണ്ടാകുന്നതാണ്. എന്ത് ഡൗട്ട്സ് ഉണ്ടായാലും നിങ്ങൾക്ക് അവിടെ നിന്ന് ചോദിക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ നമുക്ക് സ്റ്റോക്സുകൾ ഡിസ്കസ് ചെയ്യാം. ഇനിയും അടുത്ത ദിവസം മുതൽ സ്റ്റോക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ ഇൻഡെക്സുകൾ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഈ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ പോകുന്നതാണ്. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ്സിലൂടെ അറിയിക്കുക. സീ യു ദേർ ഇൻ നെക്സ്റ്റ് വീഡിയോ. ആൻഡ് ഓൾസോ നാളെ രാവിലെ 9 മണിക്കാണ്. ബൈ.